ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എരുന്ത് പൊരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എരുന്ത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. 2-3-4 വട്ടം നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരുന്ത് കഴുകിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എരുന്ത് നല്ല രീതിക്ക് ഒരു 4-5 വട്ടം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെള്ളം പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്താൽ പെട്ടെന്ന് വെള്ളം പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ മാറ്റി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞെടുക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ കൈകൊണ്ട് നല്ല രീതിയിൽ പിഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2.5-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 4-5 പച്ചമുളക്, ഒരു വലിയ ഇഞ്ചിയുടെ പീസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. ഇനി ആ സവാള, തക്കാളി അതെല്ലാം നല്ല ചെറിയ പീസാക്കിയിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. സവാളയും ഈ ഒരു പീസിലാണ് കറക്റ്റ് കിട്ടേണ്ടത് നമുക്ക്. അപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ച് ചേർക്കണം. അപ്പോൾ ഇത് എല്ലാതും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം പേസ്റ്റ് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ ചേർക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരുന്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ കറക്റ്റ് മസാലയൊക്കെ ഇതിൽ നല്ല വൃത്തിക്ക് പിടിക്കും. അപ്പോൾ ഇതെല്ലാം എരുന്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇടയ്ക്ക് നമ്മളിതിങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പെട്ടെന്നൊന്നും വേവില്ല. അത് നല്ല രീതിയിലൊന്ന് മൂത്ത് മൊരിഞ്ഞ് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. കുറേ നേരം നമ്മൾ തീയിലിട്ട് കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരുവിധം ഇത് നല്ല രീതിയിൽ മുരിഞ്ഞ് വരാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ഒരു വൃത്തിയിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ മസാല ഒക്കെ നല്ല അതിൽ പിടിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മുടെ എല്ലാ റെസിപ്പീസും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ ഇവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ രീതിയിലാണ് നല്ല രീതിയിൽ മൊരിഞ്ഞ് വരേണ്ടത്. അപ്പോൾ കറക്റ്റ് നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അപ്പോൾ എരുന്ത് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. ഞങ്ങളിവിടെ എരുന്തെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുകയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനുശേഷം ഇപ്പോൾ നല്ല വൃത്തിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.